Good morning. We have studied how to prepare final accounts of a sole trading concern. That is, how to prepare trading account, profit and loss account, and balance sheet of a sole trading concern. So now we are going to learn the adjustments required at the time of preparing final accounts. And what are the important adjustments to be made at the time of preparing final account? Let us see. First one is closing stock. You know what is closing stock? Stock at the end of the accounting period is called closing stock. Stock remaining unsold at the time of or goods remaining unsold at the time of at the end of an accounting period or accounting year is called closing stock. And what is the accounting entry or adjusting entry required for adjusting closing stock? The adjusting entry is closing stock account to trading account. Closing stock account to trading account. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇതിന് ആവശ്യമായിരിക്കുന്ന ക്ലോസിംഗ് എൻട്രി എന്ന് പറയുന്നത് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ടു ട്രേഡിംഗ് അക്കൗണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് കാണിക്കണം ഈ ജേണൽ എൻട്രി പ്രകാരം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും 2 പ്രാവശ്യം ട്രീറ്റ് ചെയ്യണം. അത് മിക്കവാറും ഒന്ന് പിന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും. രണ്ടാമത്തത് ബാലൻസ് ഷീറ്റിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ ആവാം. അപ്പോൾ 2 പ്രാവശ്യം മിനിമം ട്രീറ്റ് ചെയ്തേക്കണം. ഓക്കെ. സോ ദി ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് 2 പ്രാവശ്യം എവിടെയൊക്കെയാണ് എടുക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഷോൺ ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി credit side of the trading account. And second treatment is shown on the asset side of the balance sheet, because it is an asset. Closing stock is an asset, so it is also shown on the asset side of the balance sheet. What are the 2 adjustment treatment? First one, it is shown on the closing stock is shown on the credit side of the trading account, and second treatment is shown on the asset side of the balance sheet. Okay. Second adjustment is outstanding expenses. So what is outstanding expense? Expenses which have been incurred during the year but payment in respect of which has not yet been made are called outstanding expenses. Expenses which have been incurred during the year. ഈ വർഷം നമുക്ക് എക്സ്പെൻസ് ഇൻകറായി, പക്ഷേ ഇതുവരെ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല. അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, നമ്മളൊരു വാടകയ്ക്ക് ഒരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ മാസവും അതിന് വാടക കൊടുക്കണം. അങ്ങനെ ജനുവരി മുതൽ ഡിസംബർ വരെയാണ് നമ്മുടെ വർഷം എന്ന് കരുതുക. അപ്പോൾ എല്ലാ മാസവും നമ്മൾ വാടക കൊടുക്കാറുണ്ട്. പക്ഷേ ഡിസംബർ മാസത്തെ വാടക നമ്മൾ കൊടുത്തില്ല. 1000 രൂപ വെച്ചാണ് കൊടുക്കുന്നത്. ഒരു മാസത്തെ വാടക 1000 രൂപ കൊടുത്തില്ല. 11,000 രൂപ നമ്മൾ കൊടുത്തു. ഡിസംബർ മാസത്തെ വാടക 1000 രൂപ കൊടുത്തില്ല. ഇങ്ങനെ കൊടുക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും നമ്മൾ കൊടുക്കാത്ത എക്സ്പെൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും 11,000 രൂപ മാത്രമേ ഈ വർഷം കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ വർഷം ശരിക്കും നമുക്ക് 12,000 രൂപ ചെലവുണ്ട്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്? എക്സ്പെൻസസ് അക്കൗണ്ട് അറ്റ് ടു എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ് റെൻ്റ് ആണ്. ഓക്കെ. റെൻ്റ് അക്കൗണ്ട് അറ്റ് 1,000. ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് 1,000 ആണ്. ടു റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് 1,000. സോ ദിസ് വിൽ ബി ദി എൻട്രി. റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു റെൻ്റ് ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് 1,000. ഇത് നമ്മൾ 2 പ്രാവശ്യം ട്രീറ്റ് ചെയ്യണം. എവിടേക്കാണ് കാണിക്കുക? ഫസ്റ്റ് വൺ, ആഡഡ് വിത്ത് ദി കൺസേൺഡ് എക്സ്പെൻസസ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാ എക്സ്പെൻസുകളും കാണിക്കുന്നത് ഐദർ ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട് ഓർ ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ,
നമ്മൾ റെന്റ് കൊടുത്തു. എത്ര കൊടുത്തു? 11,000 ആണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. പ്ലസ് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 1,000. രണ്ടും കൂടെ ചേർത്ത് എമൗണ്ട് കൊടുത്തിട്ട് 12,000 കാണിക്കും. ശരിയല്ലേ? ഈ വർഷം കൊടുത്തത് 11,000 ആണ്. പക്ഷേ ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ട് 1000 രൂപ. ആ ചെലവും ഈ വർഷത്തെ ചെലവ് തന്നെയാണ്. അതുകൊണ്ട് അത് ആഡ് ചെയ്ത് കാണിക്കണം. റെന്റ് 11,000 പ്ലസ് ഔട്ട്സ്റ്റാൻഡിങ് 1,000, ടോട്ടൽ 12,000. ഇനി നമുക്ക് വേജസ് ആണ് കൊടുക്കാൻ ബാക്കിയുള്ളതെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലല്ലേ വേജസ് കാണിക്കുക. ഇപ്പോൾ ടു വേജസ് കൊടുത്തത് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് കൊടുക്കാൻ ബാക്കിയുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ആഡഡ് വിത്ത് കൺസേൺഡ് എക്സ്പെൻസസ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. രണ്ടാമതായിട്ട് നമ്മളിത് കൊടുക്കാൻ ബാക്കിയുള്ളതല്ലേ. നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകുമ്പോൾ അസറ്റ് സൈഡുണ്ട്, ലയബിലിറ്റി സൈഡുണ്ട്. കൊടുക്കാൻ ബാക്കിയുള്ളത് നമുക്കൊരിക്കലും ഒരു അസറ്റ് ആവില്ലല്ലോ. അത് നമ്മുടെ ഒരു ബാധ്യതയല്ലേ, ലയബിലിറ്റി അല്ലേ. സോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. റെന്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിട്ട് 1,000 റുപ്പീസ് ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇതാണ് രണ്ട് ട്രീറ്റ്മെൻറ്റ്സ്. ഒന്ന്, ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ദി കൺസേൺഡ് എക്സ്പെൻസസ് ഇൻ ദി ട്രേഡിംഗ് അക്കൗണ്ട് or profit and loss account. Second treatment, it is shown on the liability side of the balance sheet. Okay. Third item, prepaid expenses. നേരത്തെ പറഞ്ഞതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എക്സ്പെൻസസ് വിച്ച് ആർ പെയ്ഡ് ഇൻ അഡ്വാൻസ് and its benefits will be available in the next accounting period are called prepaid expenses. Expenses which are paid in advance and its benefits will be available in the next accounting period. Such expenses are called prepaid expenses. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണത്തിലേക്ക് വരാം. നമുക്കൊരു മാസത്തിൽ ജനുവരി മുതൽ ഡിസംബർ വരെ 12 മാസമാണുള്ളത്. അപ്പോൾ 12 മാസത്തേക്ക് വാടക കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ വെച്ച് 12 ഇൻറ്റു 1000, 12,000 രൂപയാണ് നമ്മൾ ശരിക്കും ഈ വർഷം വാടക കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ അവസാനം ഡിസംബറിൽ വാടക കൊടുക്കുമ്പോൾ ഒരു 2 മാസത്തെ കൂടെ അഡീഷണൽ ആയിട്ട് കൊടുത്തു. ജനുവരിയിലത്തെയും ഫെബ്രുവരിയിലത്തെ, അത് അടുത്ത വർഷമാണേ. അപ്പോൾ ശരിക്കും 12,000 പ്ലസ് 2,000 14,000 രൂപയാണ് നമ്മൾ വാടക കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 14,000 രൂപ മുഴുവൻ നമുക്ക് ഈ വർഷത്താണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എത്ര ഈ വർഷത്തുള്ളൂ? 12,000. പക്ഷെ കൊടുത്തത് എത്രയാണ്? 14,000. അപ്പോൾ 14,000 രൂപ മുഴുവൻ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല. എന്ത് ചെയ്തേക്കണം? ലെസ് ചെയ്തേക്കണം. 12 കാണിക്കാൻ പാടുള്ളൂ. 14,000 മൈനസ് 2,000. ട്രീറ്റ്മെൻറ്റ് പിന്നാലെ വരുന്നുണ്ട്. സോ വട്ട് ഈസ് അഡ്ജസ്റ്റിംഗ് എൻട്രി? പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ടഡ് ടു എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് അക്കൗണ്ടഡ് ടു എക്സ്പെൻസസ്. ഇവിടെ നമ്മൾ റെൻ്റാണ് പ്രീപെയ്ഡ്. എന്തെഴുതും? പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട് അപ് ടു 2,000. എത്ര പ്രീപെയ്ഡ്? 2,000 ആണ്. ടു എക്സ്പെൻസസ്, എക്സ്പെൻസസിൻ്റെ അടുത്ത് ടു റെൻറ്റ് 2,000. സോ വാട്ട് വിൽ ബി ദി എൻട്രി? പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട് അറ്റ് ടു റെൻ്റ് അക്കൗണ്ട് 2,000. എങ്ങനെ ഇത് ട്രീറ്റ് ചെയ്യുക? ഫസ്റ്റ് വൺ, ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് എക്സ്പെൻസസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ എക്സ്പെൻസ് ഒന്നുകിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും, വേജസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും, അല്ലെങ്കിൽ റെൻ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും. എവിടെയാണോ വരുന്നത് ആ സ്ഥലത്ത് നിന്നും ലെസ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ആണെങ്കിൽ റെൻറ്റ് 14,000 ഇന്ന കോളത്ത് കാണിച്ചു, ലെസ് പ്രീപെയ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ് 2,000. സോ 14,000 മൈനസ് 2,000 ഈസ് ഈക്വൽ ടു 12,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് കൂടെ കാണിക്കണം. നമ്മൾ മുൻകൂട്ടി കൊടുത്തതാണ്. അപ്പോൾ ഒന്നുകിൽ ബാധ്യത അല്ലെങ്കിൽ അസറ്റ്, രണ്ടേ ബാലൻസ് ഷീറ്റിൽ വരും. ഒരിക്കലും മുൻകൂട്ടി ഒരു എമൗണ്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ബാധ്യതയായിട്ട് വരില്ലല്ലോ, നമ്മുടെ അസറ്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി asset side of the balance sheet. So prepaid expenses will be deducted from
the concerned expenses on the debit side of trading account or profit and loss account, and it is shown on the asset side of the balance sheet. Prepaid rent എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. നെക്സ്റ്റ് ഐറ്റം അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം. Income relates to the current accounting period but not received in cash are called accrued or outstanding income. What is accrued income? Incomes relate to the current accounting periods but not received in cash are called accrued or outstanding income. അപ്പോൾ നമുക്ക് ഈ വർഷം കിട്ടുന്ന ഇൻകം ആണ്, പക്ഷെ കിട്ടിയിട്ടില്ല, ക്യാഷായിട്ട് കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമുക്ക് ബാങ്കിൽ നിന്നും പലിശ കിട്ടാനുള്ളതാണ്. ഓരോ മാസവും നമുക്ക് 1000 രൂപ വെച്ചിട്ട് പലിശ കിട്ടണം. ഇപ്പോൾ ജനുവരി മാസം 1000, ഫെബ്രുവരി മാസം 1000, അങ്ങനെ ഡിസംബർ വരെ 1000 രൂപ വെച്ചിട്ട് നമുക്ക് 12000 രൂപ പലിശ കിട്ടണം. പക്ഷെ ബാങ്ക് 10 മാസത്തെ പലിശയെ തരും, പിന്നീട് തരും. 10 മാസത്തെ പലിശയായിരിക്കുന്ന 10000 രൂപ മാത്രമേ തന്നുള്ളൂ. 2000 രൂപ കിട്ടാൻ ബാക്കിയുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അക്രൂഡ് ഇൻകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും കിട്ടുന്നത് അടുത്ത ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആയിരിക്കും. അപ്പോൾ ആ വർഷത്തെ ഇൻകമായിട്ടല്ല നമ്മൾ കാണിക്കേണ്ടത്, അത് ശരിക്കും ഈ വർഷം കിട്ടേണ്ടുന്ന ഇൻകം ആയിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ വർഷത്തെ ഇൻകത്തിൽ തന്നെ കാണിക്കണം. കിട്ടിയത് 10000 ആണെങ്കിലും പ്ലസ് 2000 കൂടെ ചേർത്തിട്ട് 12000 ഈ വർഷത്തെ ഇൻകമായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്? അക്രൂഡ് ഇൻകം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? അഡ്ജസ്റ്റിംഗ് എൻട്രി അക്രൂഡ് ഇൻകം അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻകം അക്കൗണ്ട്സ്. അക്രൂഡ് ഇൻകം അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻകം അക്കൗണ്ട്സ്. ഓക്കെ, അക്രൂഡ് ഇൻകം അക്കൗണ്ട് ആഫ്റ്റർ ടു ഇൻകം അക്കൗണ്ട്. അപ്പം നമുക്കിവിടെ ഇൻട്രസ്റ്റ് ആണ് അക്രൂഡ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എന്ത് എഴുതാം? Accrued interest account at 2000. Accrued interest account at 2000. To interest account 2000. ഇനി ഇത് എവിടെയൊക്കെ കാണിക്കും? നമുക്കറിയാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം കാണിക്കുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. എക്സ്പെൻസസ് ആണ് ഡെബിറ്റിൽ, ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കുക അല്ലേ? സോ ആഡഡ് വിത്ത് ദി കൺസേൺഡ് ഇൻകം on the credit side of the profit and loss account. Added with the concerned income on the credit side of the profit and loss account. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ ഇൻട്രസ്റ്റ് കിട്ടിയത് കാണിക്കും. ഇന്നർ കോളത്തിൽ 10,000 ആണ് കിട്ടിയത്. ആൻഡ് അക്രൂഡ് 2000 രണ്ടും കൂടെ ചേർത്ത് ഔട്ടർ കോളത്തിൽ 12,000 കാണിക്കും. റിസീവ്ഡ് 10,000 പ്ലസ് അക്രൂഡ് 2000, ടോട്ടൽ 12,000. ഇനി നമുക്കിത് കിട്ടാൻ ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ലേ, ബാങ്കിൽ നിന്നും ഇങ്ങോട്ട് കിട്ടാനുള്ളതല്ലേ. അപ്പോൾ നമുക്കത് ഒരിക്കലും ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ നമുക്കൊരു ബാധ്യതയാവില്ലല്ലോ, നമുക്കതൊരു അസറ്റ് അല്ലേ. സോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇപ്പോൾ രണ്ട് ട്രീറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ആഡഡ് വിത്ത് ദി കൺസേൺഡ് ഇൻകം ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. And it is also shown on the asset side of the balance sheet. Next item, income received in advance. അതിൻ്റെ മറ്റൊരു പേരാണ് unearned income. Income received in advance or unearned income. The income received during the year which pertains to the next accounting year is known as unearned income. നമുക്ക് ഈ വർഷമാണ് ഇൻകം കിട്ടിയത്, പക്ഷെ അത് ഏത് വർഷത്തേക്കുള്ള ഇൻകം ആണ്? അടുത്ത വർഷം കിട്ടേണ്ടുന്ന ഒരു ഇൻകം ഇപ്പം തന്നെ നമുക്ക് കിട്ടിയതാണ്. അതിനെയാണ് നമ്മൾ അൺഏൺഡ്. നമ്മൾ ഏൺഡ് അല്ല, ഈ വർഷം ഏൺ ചെയ്തതല്ല, അടുത്ത വർഷം ഏൺ ചെയ്യാൻ പോകുന്ന ഒരു ഇൻകമാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയത്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അൺഏൺഡ് ഇൻകം എന്ന് വിളിക്കുന്നത്. സോ ഇൻകം റിസീവ്ഡ് ഡ്യൂറിങ് ദി ഇയർ ബട്ട് വിച്ച് പെർടെയിൻസ് ടു ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയർ, ദറ്റ് ഈസ് കോൾഡ് അൺഏൺഡ് ഇൻകം. ഒരു ഉദാഹരണം പറയാം. നമ്മൾ വാടകയ്ക്കൊരു ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് കൊടുത്താണ് ബിൽഡിങ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വാടക കിട്ടും.
ഓരോ മാസം 1000 രൂപ വെച്ചാണ് വാടക കിട്ടേണ്ടത്. ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. 12 ഇൻറ്റു 1000 12,000 രൂപയാണ് കിട്ടേണ്ടത്. പക്ഷേ നമ്മൾ വാടക കൊടുത്തിരിക്കുന്ന വ്യക്തി അടുത്ത വർഷത്തേക്കുള്ള ഒരു 5000 രൂപ കൂടെ അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് തന്നു. അപ്പോൾ 12,000 പ്ലസ് 5 17,000 രൂപ നമുക്ക് ഈ വർഷം റെൻറ്റ് കിട്ടി. പക്ഷേ ഇത് മുഴുവൻ ഈ വർഷത്തെ ഇൻകം ആണോ? അല്ല. ഈ 17,000-ൽ 5000 രൂപ അടുത്ത വർഷത്തേക്കുള്ള ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തേക്കുള്ള വാടകയാണ്. നമ്മൾ ഈ വർഷത്തെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 17,000 രൂപ വാടക ഈ വർഷത്തേതല്ല. അതിൽ 5000 അടുത്ത വർഷത്തേക്ക് ഉള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം എന്ന് വിളിക്കുന്നത്. വാട്ട് ഇസ് അഡ്ജസ്റ്റിംഗ് എൻട്രി? അക്രൂഡ് ഇൻകം അക്കൗണ്ടഡ് ടു ഇൻകം. അക്രൂഡ് ഇൻകം അക്കൗണ്ടഡ് ടു ഇൻകം. ഇവിടെ നമുക്ക് റെൻ്റ് ആണ് അക്രൂഡ്. ഓക്കെ, സോ അക്രൂഡ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റോ, അക്രൂഡ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റോ 5000 ആണ്. ടു റെൻ്റ് അക്കൗണ്ട് 5000. അക്രൂഡ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റോ 5000, ടു റെൻ്റ് അക്കൗണ്ട് 5000. ഇത് എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതാണ്. ഇത് ഇൻകാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റിലാണ് കാണിക്കുക ഇൻകം. അപ്പോൾ ക്രെഡിറ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ deducted from the concerned income on the credit side of the profit and loss account. Deducted from the concerned income on the credit side of the profit and loss account. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ ഐറ്റം കാണിക്കില്ലേ? ക്രെഡിറ്റ് സൈഡിൽ റെൻറ്റ് ബൈ റെൻറ്റ് കിട്ടിയത് 17,000 രൂപ ലെസ് അൺഏൺഡ് 5,000. അപ്പോൾ 17,000 5000 കഴിച്ച് ബാക്കി 12,000 മാത്രം ഔട്ടർ കോളത്തിൽ. അത് മാത്രമേ ഈ വർഷത്തെ ഇൻകം ഉള്ളൂ. ഓക്കെ, 17,000 മൈനസ് 5,000 ഈസ് ഈക്വൽ ടു 12,000. ഇനി നമുക്ക് ഈ വർഷം കിട്ടേണ്ടതിൽ അടുത്ത വർഷം കിട്ടേണ്ടുന്ന ഒരു പൈസ നമുക്ക് മുൻകൂട്ടി കിട്ടിയാൽ ബാലൻസ് ഷീറ്റിൽ എവിടെ കാണിക്കും? അസറ്റാണോ ലാബിലിറ്റി ആണോ? മുൻകൂട്ടി കിട്ടിയതാണ്, അടുത്ത വർഷം കിട്ടേണ്ടതാണ്. നമുക്കതൊരു ബാധ്യതയാണ്. അടുത്ത വർഷം കിട്ടേണ്ട പൈസ ഇപ്പം തന്നെ കിട്ടിയാൽ നമുക്കൊരു ബാധ്യതയാണ്. കാരണം അടുത്ത വർഷം ഇത് എന്തെങ്കിലും കാരണവശാൽ ആ വാടകയ്ക്ക് കൊടുക്കാതെ സാധ്യതയില്ലെങ്കിൽ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പം നമുക്ക് എന്തായാലും എന്താണ്? ഒരു ബാധ്യതയാണ്. സോ ഇറ്റ് ഈസ് ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഇതെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ട്രീറ്റ്മെൻറ്റ് unearned income deducted from the concerned income on the credit side of the profit and loss account. Second treatment, it is shown on the liability side of the balance sheet. So one more adjustment, depreciation. I think we have already discussed the meaning. Depreciation is the reduction in the value of fixed assets due to its use, wear and tear or obsolescence. So what is depreciation? Depreciation is the reduction in the value of fixed assets due to its use, wear and tear or obsolescence. ഏതെങ്കിലും ഒരു ഫിക്സഡ് അസറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി പൂർത്തിയാകുന്നത് കൊണ്ട് അതിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു മെഷീനറി വാങ്ങിച്ചു, 1,00,000 രൂപ കൊടുത്തിട്ട് ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ വാങ്ങിച്ചിരിക്കുന്ന ഒരു മെഷീനറിയാണ്. ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കിനി അത് വിറ്റാൽ 1,00,000 രൂപ കിട്ടില്ല. ഒരു 10% നമുക്ക് വില കുറയുമെന്ന് കരുതുക. അപ്പോൾ 1,00,000 രൂപയുടെ 10% 10,000 രൂപ വില കുറയും. ഓക്കെ, 90,000 രൂപ മാത്രമേ ആ മെഷീനറി ഒരു വർഷം പൂർത്തിയാകുമ്പോൾ വിറ്റാൽ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ അസറ്റിൻ്റെ വിലയിലുണ്ടാകുന്ന ഒരു വർഷം ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ വിലയിലുണ്ടാകുന്ന കുറവിനെയാണ്, ആ 10,000 രൂപയുടെ കുറവ് വരുന്നത്, അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, 1,00,000 രൂപയുടെ വാങ്ങിച്ചു, എൻ്റെ ആയപ്പോൾ 90,000 രൂപയായിട്ട് മാറി. ആ 10,000 രൂപ വിലയിൽ വന്നിരിക്കുന്ന കുറവിനെ നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇതിനുള്ള അഡ്ജസ്റ്റിംഗ് എൻട്രി എന്താണ്?
ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ആവും. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ആവും ടു അസറ്റ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ് അക്കൗണ്ട്. ഇവിടെ നമ്മുടെ അസറ്റ് മെഷീനറിയാണ്. സോ ജേണൽ എൻട്രി വിൽ ബി ലൈക്ക് ദിസ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് 10,000 ടു മെഷീനറി അക്കൗണ്ട് 10,000. ഇപ്പോൾ ഡിപ്രീസിയേഷൻ കൊണ്ട് മെഷീനറി എന്നുള്ള അസറ്റിൻ്റെ വില 10,000 രൂപ കുറഞ്ഞു. ഇത് എവിടെയൊക്കെയാണ് കാണിക്കുക? 2 പ്രാവശ്യം കാണിക്കണ്ടേ? ഡിപ്രീസിയേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോസ് ആണ്, എക്സ്പെൻസ് ആണ്. സോ ഇറ്റ് ഈസ് depreciation is shown on the debit side of the profit and loss account. Depreciation profit and loss account ന്റെ debit side കാണിക്കും. Debit side to depreciation on machinery, to depreciation on machinery എന്ന് പറഞ്ഞിട്ട് 10,000 rupees കാണിക്കും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ to depreciation on machinery അല്ലെ to depreciation on furniture, to depreciation on building എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് 10,000 ആണ് കാണിക്കേണ്ടത്. ഇനിയോ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ്, ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് അസറ്റ്സ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് അസറ്റ്സ് ഓൺ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഈ അസറ്റ് കാണിക്കുമല്ലോ, മെഷീനറി 1,00,000 എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ നിന്ന് ലെസ് ഡിപ്രീസിയേഷൻ 10,000 കഴിച്ച് ബാക്കി 90,000. അപ്പോൾ എങ്ങനെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മെഷീനറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ 1,00,000 ആണ് കാണിക്കുക. എത്ര രൂപ കുറഞ്ഞു? 10,000. സോ ലെസ് ഡിപ്രീസിയേഷൻ 10,000. അതും കഴിച്ച് ബാക്കി 90,000 അസറ്റിൻ്റെ ഔട്ടർ കോളത്തിൽ കാണിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.